പാതിവില തട്ടിപ്പ് കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഇ.ഡി. ഒന്നാം പ്രതി അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലെ 2.35 കോടി രൂപയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ 1 ലക്ഷത്തോളം രൂപയും മരവിപ്പിച്ചു. കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇ.ഡി. നോട്ടീസ് നൽകും. ഇന്ന് നടന്ന റെയ്ഡിൽ സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.എൻ. അനന്തകുമാറിന്റെ വീട്, ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി രേഖകൾ ഇ.ഡി. പിടിച്ചെടുത്തു. വക്കീൽ ഫീസ് ഇനത്തിൽ ലഭിച്ച 47 ലക്ഷം രൂപയുടെ വിവരങ്ങൾ ഇ.ഡിക്ക് കൈമാറിയെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പറഞ്ഞു. എനിക്ക് കേസിനെ കുറിച്ച് അറിയാവുന്നതും കക്ഷികളെ കുറിച്ച് അറിയാവുന്നതും എല്ലാം വിശദീകരിച്ചു. അവർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി കൊണ്ടുപോയി. 3 സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തെ ജോലിക്ക് കിട്ടിയതാണ്. അത് 47,04,500 രൂപയുണ്ട്. എന്നെ പറ്റിച്ചിട്ടില്ല. എന്നോട് സിൻസിയറായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ക്രൈംബ്രാഞ്ചിനെയാണ് പ്രതീക്ഷിച്ചത്. വന്നത് ഇ.ഡി.ആണ്. ഇ.ഡി. വന്നത് എനിക്ക് വലിയ അത്ഭുതമാണ്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇപ്പോൾ ഇ.ഡിയുടെ റെയ്ഡിന്റെ ആദ്യത്തെ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം എന്ന് സംശയിക്കാവുന്ന അക്കൗണ്ടുകളിലുള്ള പണം മരവിപ്പിക്കുന്നു. അതിനേക്കാൾ ഉപരി ഈ പണത്തിന്റെ പങ്കുപറ്റിയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകി അവരെ കൂടി ചോദ്യം ചെയ്യാൻ ഇ.ഡി. ഒരുങ്ങുന്നു. ഇതാണല്ലോ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ, അല്ലേ? വിജയകുമാർ, ഈ ക്രൈംബ്രാഞ്ച് മടിച്ച് തുടങ്ങിയിടത്ത് ഇ.ഡി. കുറച്ചുകൂടി ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ ചില അക്കൗണ്ടുകളിലെ പണം മരവിപ്പിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ്. അതായത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണിത്. ഈ കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം അത് വിനിയോഗിക്കപ്പെട്ട പണമാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഭിച്ച പണമാണോ എന്നുള്ളതിൽ സംശയം വരുമ്പോഴാണ് ഇങ്ങനെ മരവിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് ഈ പണം എന്ന് ബോധ്യപ്പെട്ടാൽ അത് പിന്നീട് അതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് പോകും. ഇല്ലെങ്കിൽ അവർക്ക് അത് തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങളും നിയമത്തിൻ്റെ പഴുതിലുണ്ട്. എന്തായാലും ഇപ്പോൾ ആ നടപടി ഇ.ഡി. തുടങ്ങിയിരിക്കുന്നു. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെ 2,35,00,000 രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. ജനസേവാ സമിതിയുടെ അക്കൗണ്ടിലെ 1,69,00,000 രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. ലാലി വിൻസന്റെ അക്കൗണ്ടിലെ 1 ലക്ഷം രൂപയ്ക്കടുത്ത് മരവിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന കണക്ക്. നിരവധി രേഖകൾ, അത് കൂടുതലും ഉള്ളത് ഈ അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് പിടിച്ചെടുത്തവയിൽ ഏറെയുമുള്ളത് എന്നുള്ളതാണ് ഇ.ഡി. വൃത്തങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം തന്നെ ഈ അനന്തു കൃഷ്ണനിൽ നിന്നും പണം കൈപ്പറ്റിയവർക്ക് പിന്നാലെയാണിപ്പോൾ ഇ.ഡി. നീങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. കുറ്റകൃത്യത്തിലൂടെ ലഭിച്ച പണം വിനിയോഗിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്തുക, ഇതാണ് ഇ.ഡി. ലക്ഷ്യമിടുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശത്തേക്ക് പണം കടത്തലൊക്കെ നടന്നിട്ടുണ്ടോ എന്നത് കണ്ടുപിടിക്കണം. ഈ കെ.എൻ. ആനന്ദകുമാറിന്റെ വീട് പരിശോധിച്ചതിൽ നിന്നും ഓഫീസും ഒക്കെ പരിശോധിച്ചതിൽ നിന്നും വിവിധ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് വിവരങ്ങളും രജിസ്ട്രേഷൻ രേഖകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രേഖകൾ പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കും എന്നാണ് പറയുന്നത്. അതിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാകും എന്ന് ഇ.ഡി. പറയുന്നു. അല്പസമയം മുമ്പ് സംസാരിച്ച ലാലി വിൻസെന്റും തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് ഇ.ഡി. പറഞ്ഞതായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം നീളും, അവരെ നോട്ടീസ് നൽകുകയും ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അതെന്ത് ചെയ്തു, അതാണോ ഇവർക്ക് കിട്ടിയത്, അത് നേരായ വഴിക്കാണോ ചെന്നത് ഒക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഈ കേസിൽ അവർക്കും നോട്ടീസ് നൽകുക. അതേസമയം വിജയകുമാർ, ഒരു പ്രശ്നമുള്ളത്, ഇതിലെ രേഖകൾ ഇതിനോടകം തന്നെ പോലീസും ക്രൈംബ്രാഞ്ചും പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗവും അത് സ്വമേധയാ ക്രൈംബ്രാഞ്ചിൽ നിന്നും ചോദിക്കുമ്പോൾ നൽകിയില്ലെങ്കിൽ കോടതി വഴി ഇ.ഡിക്ക് മൂവ് ചെയ്യേണ്ടി വരും. അതിനുള്ള നീക്കവും ഇ.ഡിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ശരി ശ്രീകാന്ത്, നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം അത് പലർക്കും കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെയൊക്കെ പേര്, നേതാക്കളുടെ, ജനപ്രതിനിധികളുടെ ഒക്കെ പേര് ദിവസങ്ങളിൽ ഉയർന്നു വന്നു. അപ്പോൾ അവരിലേക്കൊക്കെ ഇ.ഡി. എത്തുകയാണ്. അവർക്കൊക്കെ നോട്ടീസ് നൽകി അവരെയൊക്കെ ചോദ്യം ചെയ്യും എന്നാണ് അപ്പോൾ ഇ.ഡി. ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ വിശാലമായി അന്വേഷണം ഇ.ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന സൂചനയാണ് ഇന്ന് ഇപ്പോൾ വരുന്നത്.